വി എസിൻ്റെ ഒരു അഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാലത്ത് തോന്നുന്നുണ്ട്. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ INL എപ്പോഴാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്? വി എസിൻ്റെ പത്തി താഴ്ന്നു തുടങ്ങിയതിന് ശേഷമാണ്. വി എസ് അച്യുതാനന്ദൻ്റെ വളരെ ശക്തമായ നിലപാടുകളുടെ ഭാഗമായി കൂടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് വരാതിരുന്നത് ഇടതുപക്ഷത്തേക്ക്. അതുപോലെ തന്നെ DICയെ തീണ്ടാപ്പാടകലെ നിർത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടിയത് ഞാൻ മറക്കാതെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അമൃതാനന്ദമയുമായിട്ടുള്ള ഈ അടുപ്പം അത് ഒരു സജി ചെറിയാൻ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായൊരു സംഭവമല്ല. സജി ചെറിയാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആഴം മനസ്സിലാവാത്തത് കൊണ്ടോ ആ ചുവടുമാറ്റത്തിൻ്റെ ഗൗരവത്തെ മറച്ചു വെക്കാനായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് വെറും ഒരു കൂടിക്കാഴ്ചയും ഒരു ചുംബനവുമാണ്. അങ്ങനെയല്ല, അതൊരു നിലപാട് മാറ്റത്തിൻ്റെ പരസ്യമായൊരു പ്രഖ്യാപനം കൂടിയാണ്. ഒരു പക്ഷേ വേറെ കാര്യം ചോദിക്കുക, ഇത് ആദ്യമായിട്ടാണോ അമൃതാനന്ദമയി മഠത്തിൽ ഇട നേതാക്കൾ പോകുന്നത്? അല്ല, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. MA ബേബി പോയിട്ടുണ്ട്, ചടങ്ങുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പിറന്നാളിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്നു, അവരെ ചുംബിക്കുന്നു. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്, അത് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. ഇടതുപക്ഷം കരുതുന്ന അവരെക്കുറിച്ച് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊരു ചുവടുമാറ്റമായി ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അത് ഇടത് വലതായതാണോ? പണ്ടേ വലതായിരുന്ന ഇടത് ഇപ്പോൾ ആ അവസാനത്തെ ആടകൂടെ ഊരിക്കളഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനകത്തെ കാര്യം.